ഹലോ, ഞാനിപ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞത് എത്തിയിടാം. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ലിയോ പറഞ്ഞു ചായ കുടിക്കാൻ പോയിട്ട് കുറേ നാളെ ഞാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ വരാടാ, നമുക്ക് പോകാടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നിട്ടാണ്. അപ്പോൾ നമ്മുടെ പാട്രൈക്കിലുണ്ടല്ലോ, എന്താണ് ജോസാട്രൻസ് എന്ന് പറയുന്ന സിനിമ കമ്പനിയിൽ ഒരു ഇത് വന്നിട്ടുണ്ട്, എന്താണ് നോൺ വെജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാനില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഞാൻ എൻ്റെ വലിയേച്ചി കൂട്ടാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചി വലിയേച്ചി നിങ്ങൾ അറിയും, ആദ്യത്തെ വീഡിയോ ചേച്ചി ഉണ്ടാവും. അപ്പോൾ ആ ചേച്ചീനെ കൂട്ടിയിട്ട് നമ്മൾ ഇതിനെ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പോണതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടോ. എൻ്റെ വീഡിയോയിൽ കുറവുകളുണ്ട്, നിങ്ങൾ എൻ്റെ ഒപ്പം വരിക. ഓക്കെ, എല്ലാവർക്കും ബൈ. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഞാൻ അശ്ലിനെ വിളിച്ച് ചെന്നതാണ്. അപ്പോൾ അശ്ലിയൊരു ടാറ്റ തരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. അശ്ലിക്ക് വയറൊക്കെ വല്ലായി തുടങ്ങി. അശ്ലിക്ക് സുന്ദരി കുട്ടിയുടെ ഈ ഫുഡൊക്കെ നന്നായി കഴിക്കും. അപ്പോൾ നമുക്കൊക്കെ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ പറയും നീ ആവശ്യമുള്ളത് എല്ലാ സാധനവും കഴിച്ചോളാം മോളെ എന്ന് പറയും. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ വിചാരിച്ച ഭക്ഷണമൊന്നും കഴിക്കാൻ പണ്ടുള്ള ആൾക്കാർക്ക് അത് സാധിക്കില്ല. അതിനുള്ള ജോലികളും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ നമ്മളാണെങ്കിൽ ജോലിക്ക് പോകണവരല്ല വീട്ടിലിരിക്കുന്നവരാണ്. അപ്പം നമുക്ക് അതൊന്നും സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അവനോട് പറയും എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചു, നിനക്ക് എന്താ വേണ്ടത് ചെയ്തി പറഞ്ഞാൽ മതി. അപ്പച്ചനായി ജോസേട്ടനായാലും ഞാനായാലും ലിജോനായാലും ഒക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക്. അത് കാരണം അവൾ പറയും വയറൊക്കെ നിറഞ്ഞു എന്ന് പറയും. അപ്പോൾ അങ്ങനെ അവളുടെ ഡ്രസ്സ് മാറി കഴിഞ്ഞു. അപ്പോൾ ഞാനും ജോലി കഴിഞ്ഞു മുതൽ എന്നെ മക്കളെ വിളിക്കുമ്പോൾ എനിക്കതൊരു സന്തോഷം. കാലമൊന്നും എനിക്ക് വയ്യ, എന്നാലും ഞാൻ കുളിച്ച് ഞൊണ്ടിയായിട്ട് ഞാൻ അവരുടെ കൂടെ അങ്ങനെ ഇറങ്ങി തിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, ചേച്ചീൻ്റെ അടുത്ത് പോകാമെന്നുള്ള വിചാരിച്ചു. അപ്പോൾ പിള്ളേർ ഇവിടുന്ന് പോകുമ്പോൾ പാട്ടുരാക്കിലുള്ള ജോസാട്ടൻ കമ്പനിയിൽ ജോസ് സിനിമ കമ്പനിയിൽ കയറാടാ, അവിടെ നോൺ വെജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. അങ്ങനെ ഞങ്ങൾ നോൺ വെജ് അവിടേക്ക് കയറി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുമ്പോൾ ഓപ്പണായിരുന്നു കേട്ടോ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചേച്ചീരെ അവിടെ നിന്ന് എടുത്തത്, ചേച്ചീനെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ചേച്ചീനെ എടുക്കാനായിട്ട് പോകണം. ചേച്ചി അവിടെ സെറ്റായി നിൽക്കണം. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങി നിന്നുള്ള ചേച്ചി ഞങ്ങളിപ്പോൾ എത്തിവിട്ടാന്ന്. അപ്പോൾ എൻ്റെ ചേച്ചി വരുന്നുണ്ട്, എൻ്റെ അമ്മേരെ പോലെ 70 വയസ്സ് കഴിഞ്ഞു അതിനെ. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ പറ്റണപ്പോൾ അത് ചെയ്യാമെന്ന് മാത്രം അത്രയേ ഉള്ളൂ. കുറേ നാളായി ചേച്ചി ഞാൻ കൊണ്ടൊന്ന് പുറത്തേക്ക് പോകാൻ പറ്റാണ്ട്. അപ്പം ഞാൻ ബീനാനെ വിളിച്ചിട്ട് റെഡിയായി ഞങ്ങൾ വരുന്നുണ്ട്, ഈ അമ്മേനെ വിട്ട് വാടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പിന്നെ അവൾ പറയാറുണ്ട് എന്താ ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ പോകാത്തത്. അവൾ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് തന്നെ, പിന്നെ വരേണ്ട രീതി അവൾക്ക് ഒഴിവില്ലാണ്ടാവും. അങ്ങനെ റൗണ്ടിലും എല്ലായിടത്തും ഞങ്ങൾ കുറേ ഹോട്ടലൊന്നും തപ്പിയിട്ട് ഈ ഒക്ടോബർ 2000 ഒക്കെ മുടക്കായിരുന്നു. അവസാനം റൗണ്ടിലുള്ള നമ്മുടെ ആ കുറുപ്പ റോട്ടിലേക്ക് രാമദാസിൻ്റെ വഴിക്ക് ഇറങ്ങുന്നിടത്തുള്ള ഹോട്ടലില്ല, അവിടെ ഒരു ഹോട്ടൽ കിട്ടി. അതിന് രാജധാനി എന്ന് പണ്ടത്തെ ഹോട്ടൽ നമ്മൾ, പക്ഷെ അതൊക്കെ ഇപ്പോൾ പുതുക്കി പണ്ട് ലൈറ്റുകളും സെറ്റിങ്സൊക്കെ ആയിട്ട് ഇത്ര ഡാർക്ക്നെസ് പറഞ്ഞാൽ ഇപ്പോൾ നല്ല വെളിച്ചൊക്കെ നല്ലൊരു ഹോട്ടലായിട്ട് കിട്ടിയത്. അപ്പോൾ ഞങ്ങളവിടെ കയറി എല്ലാവരും ഭക്ഷണം ഓർഡർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കാവും. ഞാൻ വന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ ബീനിയും ആഷ്ലീനൊക്കെ നോക്കിയിട്ട് രണ്ടാളോട് ഓർഡർ ചെയ്യാൻ ലിജോണം. അപ്പോഴേക്കും ആക്കുൻ്റെ ഫോൺ വന്നു, ചിറ്റന്മാരെ കൂടിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫോൺ തന്ന് സംസാരിച്ചു. അപ്പം ഞാൻ എൻ്റെ കൂടി ഉണ്ടാകാമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഏൽപ്പിച്ചു വിട്ടാ. അപ്പോൾ നമുക്ക് ഫുഡ് വരാനായിട്ട് കുറച്ച് നേരമായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എത്രയുള്ളൂ. നമുക്ക് വലിയ സംഖ്യ മുടക്കിയിട്ടൊന്നും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ അന്നാന്ന് പണിയുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറ്റുന്ന ചെറിയ സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മാത്രം. അപ്പോഴേക്കും ബീനാർ ഫുഡ് വന്നു. ഇതിന് അമേരിക്കൻ നൂഡിൽസിൻ്റെ വേറൊരു ഐറ്റാണ്. അമേരിക്കൻ പേര് ഞാൻ മറന്നു കേട്ടോ. അതിലെ ഓംലേറ്റ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഹിന്ദിക്കാരൻ വന്നു മിക്സ് തരണമെന്ന് ചോദിച്ചു ഹിന്ദിയിൽ. അപ്പോൾ അവൾ പറഞ്ഞു ആന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വാസ്വാൻ ബിരിയാണി നമ്മുടെ ആഷ്ലി ഏൽപ്പിച്ചത് കേട്ടോ. ലിജോനാണെങ്കിൽ പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു മധുരം ഉള്ളൊരു എന്താ പറയുക ഫ്രൈഡ് റൈസാണ് അവനെ ഏൽപ്പിച്ചത്. അതിനെ ഈ സാധനം നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ കഷ്ണത്തിൻ്റെ മണം നല്ല മണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഈ തലാനില്ലെങ്കിൽ അത് മതിയായിരുന്നു. അപ്പം ഞാൻ കിഴി ബിരിയാണി എന്ന് പറഞ്ഞൊരു കിഴി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ലാസ്റ്റ് ചെന്ന ആൾക്കാർ ഞങ്ങളാണ്. പിന്നെ ഞങ്ങളുടെ ശേഷം ഒരു ചേട്ടൻ മാത്രമേ വന്നുള്ളൂ. ഫുഡൊക്കെ കഴിഞ്ഞു വന്നു. അപ്പം പിന്നെ എന്തുള്ള അയാൾ പറഞ്ഞു മട്ടൻ ബിരിയാണി ആണെന്ന് വെച്ചാൽ അതെടുത്ത് വന്നു. അങ്ങനെ മട്ടൻ ബിരിയാണി മേടിച്ചിട്ട് എനിക്ക് മട്ടൻ ബിരിയാണി ആയി കാരണം വലിയ താല്പര്യം തോന്നിയില്ല.
അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അത് കഴിക്കാമെന്ന് കൊണ്ടാന്ന് വെച്ചാൽ അത് മേടിച്ചു. പിന്നെ ചേച്ചിക്ക് റൊട്ടി മതി എന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തി. അപ്പോൾ ചേച്ചി പറഞ്ഞത് ഇതെന്തിട്ട് റൊട്ടിയാണ്. അപ്പോൾ ചേച്ചി ചപ്പാത്തിക്ക് റൊട്ടി എന്നാ പറയാം. ആ കഴിച്ചു ചേച്ചിക്ക് വേറെ വേണമെങ്കിൽ എല്ലാവരെയും ഓരോ സ്പൂൺ ഇടും. അപ്പോൾ ഞാനും ചേച്ചി അങ്ങനെയാണ് കഴിച്ചത്. എൻ്റെ ബിരിയാണിയിൽ നിന്ന് ചേച്ചിയും കുറച്ച് കൊടുത്ത് ഞാനും എടുത്തു, പിള്ളേരും എടുത്തു. പിന്നെ അവരുടെ നിന്ന് ഞങ്ങളും കുറേശ്ശെ ടേസ്റ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് കഴിച്ച് അവിടുന്ന് സന്തോഷമായിട്ട് നമുക്ക് രാത്രിയിൽ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിന് പോകാമെന്ന് പറയുമ്പോൾ ഒരു രസം തന്നെയല്ലേ. അപ്പം എല്ലാവരും അത് ഒരു ഇതാണ്. എല്ലാ നാട്ടിലും പോയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെ നടക്കാമല്ലോ. ഇപ്പോൾ അവിടെ നിന്നൊക്കെ കഴിച്ച് 10 ആയിട്ടാണ് ആഷ്ലി പറഞ്ഞു. ഒരു സന്തോഷമായി. കുറേ നാളായി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നു. അവൾക്ക് സമയം കിട്ടാറില്ല ജോലിയിലൊക്കെ കയറി. അപ്പം എന്നും ജോലിക്ക് പോകാൻ ഞാനും അവളും കല്ലിരാനും ലിജോ പിന്നെ ഓണത്തിൻ്റെ ഒരു ടൂർ പോയി. അങ്ങനെ ഞങ്ങൾ അവൾക്ക് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇടമുറിയുന്ന കേട്ടോ. വണ്ടിയൊന്നും ഇല്ല. അവൾ വെയിലും ഓരോ തമാശ പറഞ്ഞു, ഞാനോരോ തമാശ പറഞ്ഞു. അങ്ങനെ ലിജോ കാറെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സന്തോഷം. എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ പറയും, മോളെ അമ്മയ്ക്ക് ചായക്കടയിൽ നിന്നൊരു പരിപ്പ് വട മേടിക്കുക, മസാല ദോശ മേടിക്കുക, അങ്ങോട്ട് പോയി കഴിക്കുക എന്നുള്ളൊരാഗ്രഹം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്കറിയാം. എൻ്റെ ഭർത്താവിനോട് ആൾ പറയാം. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് നാണാക്കി. അപ്പോൾ എനിക്ക് ചേച്ചിനെ കൊണ്ടുപോയി അമ്മേരൊരു ഫീല് വന്നു. അങ്ങനെ ചേച്ചീനെയും ബീനേനെ അവിടെ ഇറക്കി കൊടുത്തു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട്. അപ്പോൾ ബീന ടാറ്റ, നിങ്ങൾക്ക് ടാറ്റ തരാൻ എല്ലാ വ്യൂസർമാർക്കും എൻ്റെ വക ടാറ്റ എന്നൊക്കെ പറയേണ്ട സ്ഥിതി. അങ്ങനെ പറഞ്ഞിട്ടാണ് അവളെ ഇറങ്ങണം. അങ്ങനെ സന്തോഷമായിട്ട് ചേച്ചീനെ അവിടെയാക്കി. ഞങ്ങൾ വീടെത്തുമ്പോൾ കണ്ണമാനം നേരെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഞങ്ങൾ വീടെത്തുമ്പോൾ മണി 11 ബായിട്ടാ. ഓക്കെ, ബീന ടാറ്റ തരുന്നുണ്ട്.